നിങ്ങളിവിടെ ബുദ്ധിമുട്ടുകയാണോ, നിങ്ങൾക്ക് സൗകര്യങ്ങളുണ്ടോ എന്നൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. ഇവിടെ വന്ന് നിങ്ങളുടെ എനർജി കണ്ടപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രശ്നങ്ങളും ഇല്ലെന്ന് എനിക്ക് മനസ്സിലായി. സോ ഐ ആം വെരി ഹാപ്പി കേട്ടോ. അതിന് നിങ്ങളെയും ഈ ക്യാമ്പ് നടത്തുന്ന എല്ലാ ആൾക്കാരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. എല്ലാവർക്കും കഴിയും. അപ്പം നിങ്ങളിപ്പോൾ 2 ദിവസമായി ഇവിടെ അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു ഇതേവരെ കാര്യങ്ങൾ? നല്ല ക്ലാസ്സുകളാണ്, നല്ല ഭക്ഷണം, നല്ല ഉറക്കം, നല്ല എനർജി. വെരി ഗുഡ്. ഇനി എന്താണ് വേണ്ടത്? ഇനി നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണ്? നല്ലൊരു പരേഡ്, നല്ലൊരു പാസിംഗ് ഔട്ട് പരേഡ്, അല്ലെങ്കിൽ നല്ലൊരു സെറിമോണിയൽ പരേഡ് നാളെ കാലത്ത്. അതിനെന്തായാലും തയ്യാറാണ്. നിങ്ങൾക്കിവിടെ ഒരുപാട് സെഷൻസ് ഒക്കെ കൊണ്ട് നിങ്ങളിവിടെ വിശന്നിരിക്കുകയാണോ? വിശപ്പില്ലേ? ഒരു മനുഷ്യന് എത്ര ദിവസം വിശപ്പ് അടക്കി ജീവിക്കാൻ പറ്റും? എത്ര ദിവസം? 4 ദിവസം ആണോ? പറ്റില്ലേ? അപ്പൊ നിങ്ങൾക്ക് വിശപ്പില്ല. നിങ്ങളിവിടെ 2 ദിവസം, ഇത് 3-ാമത്തെ ദിവസമാണ്. വലിയ വലിയ കാര്യങ്ങളാണ് നിങ്ങൾ പഠിച്ചത് അല്ലേ? വലിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു. ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് വളരെ ചെറിയ കാര്യങ്ങൾ. വലിയ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാൻ വേറെ പുറത്ത് ഒരുപാട് ആൾക്കാർ വരും. ഞാൻ നിങ്ങളൊരാളാണ്. SPC എൻ്റെ പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ചെറിയ കാര്യങ്ങൾ സംസാരിക്കും കേട്ടോ. ഞാൻ ആദ്യം ഞങ്ങൾ പോലീസ് ഓഫീസേഴ്സാണ് ഇരിക്കുന്നത്. ഞാൻ യൂണിഫോം ഇട്ടില്ലെന്നേ ഉള്ളൂ. നിങ്ങൾ പോലീസ് ഓഫീസറാണോ? നിങ്ങളുടെ പേരിലൊരു പോലീസ് ഉണ്ട് അല്ലേ? സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ്. പോലീസ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? പോലീസ് ആരാണ്? പോലീസിന്റെ ജോലി എന്താണ്? ജനങ്ങൾക്ക് സന്തോഷം നൽകുക, പിന്നെ സംരക്ഷണം നൽകുക, ജനങ്ങളുടെ ജീവനും എന്തൊക്കെയാണ് സംരക്ഷണം? ജീവനും സ്വത്തിനും അല്ലേ? അത് മാത്രമാണോ പോലീസ് ചെയ്യുന്നത്? പിന്നെ ജീവനും സ്വത്തിനും ഒരു വ്യക്തിയുടെ അന്തസ്സിനും, അത് മാത്രമല്ല മനുഷ്യാവകാശത്തിനും സംരക്ഷണം കൊടുക്കേണ്ട ആൾക്കാരാണ് പോലീസ് ഉദ്യോഗസ്ഥർ അല്ലേ? ഇത്രയും കാര്യങ്ങളാണ്. ഇതെല്ലാം ചെയ്യേണ്ട ആൾക്കാർ തന്നെയാണ് അല്ലേ? ഒരു വ്യക്തിയുടെ അന്തസ്സിനും മനുഷ്യാവകാശത്തിനും ഒക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് വേണം നിങ്ങളുടെ ഓരോ നീക്കങ്ങളും മുന്നോട്ട് പോകുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വലിയ ആഗ്രഹങ്ങളുള്ളതാണ്. മോള് പറയാം, മോളുടെ ആഗ്രഹം എന്താണ്? SPC കുട്ടികൾ ധൈര്യമായിട്ട് പറയും. പീഡിയാട്രീഷ്യൻ. ഓക്കെ. മോൻ പറയും എന്താണ്? ആരാകണമെന്നാണ്? പോലീസ്. ഓ, അതൊരു കൈയ്യോട്. ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, എത്ര പേര് കഴിഞ്ഞിട്ടായിരിക്കും ഒരാളൊരു പോലീസുകാരനാകണമെന്ന് പറയുന്നത് ആഗ്രഹിച്ചത്. അല്ല, ഞാനിങ്ങനെ ആലോചിച്ചിട്ടിരിക്കുകയാണ്. 2ാമത്തെ ആൾ തന്നെ പോലീസ് ആണെന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷം. അപ്പോൾ SPCയുടെ ചെറിയൊരു ഇൻഫ്ലുവൻസ് ഉണ്ടല്ലേ കാര്യത്തിൽ? ഈ പ്രോജക്റ്റിൽ വന്നുകൊണ്ടാണോ അങ്ങനെ തോന്നിയത്? SPCയിൽ കയറിയതുകൊണ്ടാണോ പോലീസാണെന്ന് തോന്നിയത്? നമുക്ക് നിങ്ങളുടെ ഓരോരുത്തർക്കും ഒരു ലക്ഷ്യമുണ്ട്, പല ലക്ഷ്യങ്ങൾ. ഈ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അതാണ് ഞാൻ പറയുന്നത്. പ്രയത്നം വേണം. അതെന്താണ്? കുഞ്ഞു കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറഞ്ഞത്. 10 മിനിറ്റ് സംസാരിക്കുന്നത് കുഞ്ഞു കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം എന്നുള്ളത്. എന്താണ് സ്മോൾ തിങ്സ് മാറ്റേഴ്സ് എന്ന് പറയുന്നത്? എന്നുവെച്ചാൽ എന്താണ്? കുഞ്ഞു കാര്യങ്ങളും പ്രസക്തമാണ് എന്നുള്ളതാണ്. ഞാൻ പോലീസ് ട്രെയിനിങ് കോളേജിൽ ട്രെയിനിങ്ങിന് പോയ സമയത്ത് ഞാൻ സബ് ഇൻസ്പെക്ടർ ആകണമെന്ന് ആഗ്രഹിച്ച് പോലീസ് ട്രെയിനിങ് കോളേജിൽ ട്രെയിനിങ്ങിന് പോകുമ്പോൾ ഞങ്ങൾക്ക് കിടക്കുന്ന സ്ഥലമുണ്ട്. മെത്തയുടെ പുറത്ത് ഞങ്ങൾക്ക് വിരിക്കാൻ ഒരു വെള്ള ഷീറ്റ്, വൈറ്റ് ഷീറ്റാണ്. രാവിലെ ആകുമ്പോൾ ഇൻസ്പെക്ടേഴ്സ് വന്ന് നോക്കും. ഞങ്ങൾ ഷീറ്റ് വിരിച്ച്, ഞങ്ങൾ കട്ടിലേത് എഴുന്നേറ്റിട്ട് ഷീറ്റ് നേരെ വിരിച്ചിട്ടുണ്ടോ എന്ന് അവരൊന്ന് നോക്കും. എന്തിനു വേണ്ടിയാണ്?
വെള്ള ഷീറ്റ് തന്നിരിക്കുന്നതിന് വേണ്ടിയാണ്. ചെളി പറ്റിയാൽ പെട്ടെന്ന് അറിയണം, ചുളിവ് പറ്റിയാൽ പെട്ടെന്ന് അറിയണം. അപ്പോൾ ഒരു ചുളിവോ ഒരു ചെളിയോ ഒരു പാടോ അതിൻ്റെ അകത്ത് കാണാൻ പാടില്ല. അഥവാ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് പണിഷ്മെന്റ് കിട്ടണമെങ്കിൽ. എനിക്ക് ശേഷമൊക്കെ വന്ന് ട്രെയിനിങ് കഴിഞ്ഞ് നിൽക്കുന്ന ഉദ്യോഗസ്ഥരാണ് ഇവിടെ നിൽക്കുന്ന ആൾക്കാർ. അവർക്ക് ചോദിച്ചാൽ പറഞ്ഞു തരും. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് പണിഷ്മെന്റ് കിട്ടും. അപ്പൊ ഞങ്ങളൊക്കെ ആലോചിച്ചത്, ഞങ്ങൾ വലിയ പോലീസ് ഉദ്യോഗസ്ഥരാകാൻ വേണ്ടി ട്രെയിനിങ്ങിന് വന്ന ഞങ്ങളെ കൊണ്ട് എന്തിനാണ് ഈ ചെറിയ കാര്യങ്ങൾ ചെയ്യിക്കുന്നത് എന്നന്ന് ഞാൻ ആലോചിച്ചു. ഇതിനിടയ്ക്ക് ഒരു ചോദ്യം, രാവിലെ എഴുന്നേറ്റ് സത്യസന്ധമായ മറുപടിയെ പറയാമോ? കള്ളത്തരം കാണിച്ചാൽ എനിക്ക് മുഖത്ത് നോക്കി ഞാൻ പറയും നിങ്ങൾ കള്ളത്തരം പറയുന്നത്, പിടിക്കാൻ പറ്റും. സത്യസന്ധമായ മാത്രം മറുപടി പറയാം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഷീറ്റ് വിരിച്ചും അല്ലെങ്കിൽ മടക്കിയിടുന്ന എത്ര പേരുണ്ട് കൈകൊടുക്കുക? ബോയ്സ് ഇത്ര പേര് മടക്കിടുക, കൈതാത്തത്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഷീറ്റ് മടക്കിടുന്നത്? കറക്റ്റാണ്. അമ്മ ഇല്ലെങ്കിൽ വഴക്ക് പറയും അല്ലേ? അമ്മ വന്ന് നിനക്ക് വേറെ അവിടെ കിടന്ന് നീ വൃത്തിയുണ്ടാക്കി എത്തി നീ തന്നെ മടക്കിയിട്ട് പറയാറില്ലേ? ശരിക്കും പോലീസ് ട്രെയിനിങ് കോളേജിൽ നിങ്ങൾ ആലോചിച്ചിട്ട് എന്തിനു വേണ്ടി ഞങ്ങളെ കൊണ്ട് പണി ചെയ്യുന്നത്? വീട്ടിലാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഇതിന്റെ പിന്നിലൊരു കാര്യം എന്താണ്? നമ്മൾ രാവിലെ നമ്മൾ കിടക്കുന്ന വിരി നമ്മൾ മടക്കിയിട്ടാൽ നമുക്ക് എന്ത് ഫീലിംഗ് ആണ് തരുന്നത്? പോസിറ്റിവിറ്റി. എക്സാക്ട്ലി പോസിറ്റിവിറ്റി. അല്ലെങ്കിൽ നമുക്കൊരു ഫീലിംഗ് ഓഫ് അക്കംപ്ലിഷ്മെന്റ് എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ എന്താണ്? നമ്മൾ എന്തോ ഒരു കാര്യം നേടി അല്ലെങ്കിൽ ചെയ്തു എന്നൊരു തോന്നൽ നമുക്കുണ്ടാവും. അത് നമുക്കൊരു പോസിറ്റീവ് ഫീലിംഗ് ആണോ തരുന്നത്? ആണോ? ഇത് എന്തിനുള്ള പ്രേരണ നമുക്ക് തരും? എന്തിനുള്ള പ്രേരണയാണ് ഇത്? ആദ്യത്തെ സ്റ്റെപ്പ്, നമ്മൾ ആദ്യം ചെയ്യുന്ന കാര്യം ഷീറ്റ് മടക്കിയിട്ടു, ഫീലിംഗ് ഓഫ് അക്കംപ്ലിഷ്മെന്റ് കിട്ടി, നമുക്കൊരു കോൺഫിഡൻസ് കിട്ടി. ഇത് എന്തിനേക്കുള്ള പടിയാണ്? മറ്റൊരു കാര്യം ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്രേരണ നമുക്ക് കിട്ടുന്നു. ആണോ? അതെന്തിലേക്ക് നയിക്കും? അത് മറ്റൊരു കാര്യം നമ്മൾ ചെയ്യും, അതെന്തിലേക്ക് നയിക്കും? നമ്മൾക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ചാലകശക്തി, ഒരു പ്രേരണ നമുക്ക് കിട്ടും, ഒരു കഴിവ് കിട്ടും, നമുക്കൊരു ഒരു ശക്തി കിട്ടും. ശരിയാണോ? കൂടുതൽ നല്ല കാര്യങ്ങൾ. അങ്ങനെ ഒരു ദിവസം മൊത്തവും നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോകാനുള്ള ശക്തി നമുക്ക് എവിടെ നിന്ന് കിട്ടുന്നു? രാവിലത്തെ ആ ചെറിയ കാര്യങ്ങൾ ചെയ്യും. അതുകൊണ്ടാണ് സ്മോൾ തിങ്സ് മാറ്റേഴ്സ്. ഇത് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുള്ള മോട്ടിവേഷൻ ലഭിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ശ്രദ്ധ പെടുത്തണമെന്ന് ഞാൻ പറയാൻ. ഇത് നിങ്ങൾക്കൊരു കോൺഫിഡൻസ് കിട്ടുമെന്ന് മാത്രമല്ല, നിങ്ങളെ ജീവിതത്തിലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെ റെസ്പെക്ട് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. നിങ്ങൾ ഇനി ഒരു ദിവസം മൊത്തം നിങ്ങൾ ചെലവഴിച്ചതിന് ശേഷം നിങ്ങളുടെ ദിവസം നിങ്ങൾ ഉദ്ദേശിച്ച അത്ര നല്ല ദിവസമല്ലായിരുന്നു എന്ന് കരുതുക. നിങ്ങൾ ഇത്രയൊക്കെ ചെയ്ത് ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ എൻ്റെ ഈ ദിവസം പോയില്ല എന്ന് കരുതുക. അപ്പോഴും നിങ്ങൾ തിരിച്ച് വീട്ടിൽ വരുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി എന്താണ് കാത്തിരിക്കുന്നത്? എന്താണ് കാത്തിരിക്കുന്നത്? എന്താണ്? ശരിയായിരിക്കുന്ന ബെഡ് അല്ലേ? എനിക്ക് വേണ്ടി ഈറ്റായിരിക്കുന്ന ഒരു ബെഡ് അവിടെ അപ്പോഴും ഉണ്ട്. എന്താണ് അതെന്ത് തരും? നിങ്ങൾക്ക് പോസിറ്റിവിറ്റി തരും. എന്തിനു വേണ്ടിയുള്ളത്? നന്നായി കിടന്നുറങ്ങാനും നല്ലൊരു ദിവസം സ്വപ്നം കണ്ട് നാളെ സ്വപ്നം കണ്ടുകൊണ്ട് കിടന്നുറങ്ങാനുള്ള പോസിറ്റിവിറ്റി നമുക്ക് തരുന്നു. അതുകൊണ്ടാണ് പറയുന്നത് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളത്. മനസ്സിലായല്ലോ? ഇത് പോലീസ് ട്രെയിനിങ് കോളേജിൽ നിങ്ങൾക്ക് ആദ്യമേ കിട്ടുന്നൊരു പാഠം. ഇത് ഒരു കുഞ്ഞു കാര്യം നിങ്ങൾ ചെയ്ത് മറ്റുള്ളവർക്ക് ഒരു സന്തോഷം കൊടുക്കുന്ന ഒരു കുഞ്ഞു കാര്യം എന്ന് പറഞ്ഞ ഒരാളാണ്. നിങ്ങൾക്ക് 5 പൈസ ചെലവില്ലാതെ മറ്റൊരാൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തെ കുറിച്ച് പറഞ്ഞു. കറക്റ്റ്. സ്മൈൽ. നിങ്ങൾ രാവിലെ ഒരാളെ കാണും,
കാണുമ്പോൾ സ്മൈൽ ചെയ്താൽ എന്ത് കിട്ടും? അയാൾക്ക് എന്ത് കിട്ടും? പോസിറ്റിവിറ്റി കിട്ടും. അത് കൊടുക്കുന്ന നിങ്ങൾക്ക് എന്ത് കിട്ടും? തിരിച്ച് പോസിറ്റിവിറ്റി കിട്ടും. ഒരാൾക്ക് പോസിറ്റിവിറ്റി നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? അയാൾക്ക് എന്ത് കിട്ടും? അതുകൊണ്ട് അയാൾക്ക് പോസിറ്റിവിറ്റി കിട്ടിയ അയാൾ എന്ത് ചെയ്യും? മറ്റുള്ള ഒരാൾക്ക് അയാൾ അത് പകർന്നു കൊടുക്കും. ഇതിനെയാണ് എന്ത് പറയുന്നത്? റിപ്ലിംഗ് ഇഫക്റ്റ്. അതായത് നിങ്ങൾ ചെറിയൊരു കല്ലെടുത്ത് ഒരു വെള്ളത്തിലിട്ട് എന്ത് കിട്ടും? എന്താ പറയുന്നത്? റിപ്പിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറിയ വേവ്സിലെ അത് ചെന്ന് കൂട്ടി എന്താവും? വലിയ വേവാവും, വലിയ തിരമാലയാവും. അതുകൊണ്ടാണ് ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ബഹുമാനിക്കണമെന്നും ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തണമെന്ന് പറയുന്നത്. ഒരു സ്മൈൽ. ഞാൻ കഴിഞ്ഞിട്ട് ഞാനൊരു വീഡിയോ കണ്ടു. ആ വീഡിയോ കാണിക്കുന്നത് ഇങ്ങനെയാണ്. ഒരമ്മ രാവിലെ കുട്ടിക്ക് ഭക്ഷണം കൊടുത്തു വിടാൻ മറന്നു. അമ്മ കുട്ടിക്ക് ഭക്ഷണം കൊടുത്തുവിടാൻ മറന്നു. ആ ഒരു ദിവസം അമ്മ വീട്ടിലിരുന്ന് അമ്മയുടെ ഇമോഷൻസ് എന്തായിരിക്കും? നിങ്ങൾ ചിന്തിച്ചേ. അമ്മയുടെ മനസ്സിൽ കൂടി പോകുന്ന വികാരം എന്തായിരിക്കും? എൻ്റെ മകൾ എന്തെങ്കിലും കഴിച്ചോ? അമ്മയ്ക്ക് ആദിയായി, വിഷമമായി, അമ്മയ്ക്ക് വെപ്രാളമായി, അമ്മ കരച്ചില്. എന്ത് ചെയ്യും? മകളെ ഒന്നും കോണ്ടാക്ട് ചെയ്യാൻ മാറുന്നില്ല, സ്കൂളിലൊന്നും പോകണമെന്നില്ല. നിങ്ങളുടെ അമ്മ നിങ്ങൾക്ക് മോൾക്ക് ഭക്ഷണം തന്നിടാൻ പറഞ്ഞു കഴിഞ്ഞാൽ മോൾ ഭക്ഷണം കഴിക്കൂ? ഇല്ലേ? ഇവിടെ എനിക്ക് ഒരു ആൻസർ ആയിരിക്കും. ഞാൻ പ്രതീക്ഷിക്കുന്ന ആൻസർ എനിക്ക് കിട്ടും. നിനക്ക് ഭക്ഷണം നിന്റെ അമ്മ തന്നു വിട്ടില്ലെങ്കിൽ നീ അന്ന് ഭക്ഷണം കഴിക്കത്തില്ലേ എന്നതാണ്. കഴിക്കും. എങ്ങനെ കഴിക്കും? ഫ്രണ്ട്സിന്റെ ഷെയർ ചെയ്യും ആണോ? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ അതിനെക്കുറിച്ച്? അമ്മ ഭക്ഷണം തന്നു വിട്ടില്ലെന്നുള്ള കാര്യം നിങ്ങൾ മറന്നേ പോയി. നിങ്ങൾ ഭക്ഷണം കഴിച്ചു. നിങ്ങളെ സംബന്ധിച്ചൊരു വിഷയമല്ല. നിങ്ങൾ തിരിച്ച് വീട്ടിൽ വരുമ്പോൾ രണ്ടമ്മമാരെ സങ്കല്പിക്കുക. രണ്ടമ്മമാർ. ഒരമ്മ വന്നിട്ട് എന്ത് പറയും? പെട്ടെന്ന് അമ്മയുടെ പ്രൈമറി നേരത്തെ ഉണ്ടായിരുന്ന ഇമോഷൻ എന്തായിരുന്നു? അമ്മയുടെ ഇതുവരെ ഉണ്ടായിരുന്ന ഇമോഷൻ എന്തായിരുന്നു? അമ്മയുടെ വിഷമമായിരുന്നു, സങ്കടമായിരുന്നു, വെപ്രാളമായിരുന്നു, ആദ്യമായിരുന്നു. ഇത് പെട്ടെന്ന് ആ അമ്മ പ്രൈമറി ഇമോഷൻ മാറ്റി വെച്ചിട്ട് അമ്മ വേറൊരു ഇമോഷൻ എടുക്കും. എന്താണ്? ദേഷ്യം. നിനക്കെന്താണ് ചോറെടുത്തുകൊണ്ട് വിൽക്കൂടായിരുന്നു? ഇതെല്ലാം ഞാൻ ചെയ്യണം, എനിക്ക് എത്ര ജോലിയുണ്ട് നിനക്ക് അറിയില്ല, എന്താ നിനക്ക് ജോലി ചെയ്താൽ എന്താണ് ബുദ്ധിമുട്ട് എന്ന് ചോദിച്ച് ദേഷ്യപ്പെടും. ചെയ്യൂ. ഇതെല്ലാം മറന്നിരിക്കുന്ന നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും? സത്യസന്ധമായിട്ട് മറുപടി വരും. തിരിച്ച് ദേഷ്യപ്പെടും. അല്ലെങ്കിൽ നിങ്ങൾ കരയും. ഇല്ലേ? അവിടെ എന്താണ് അവിടെ കിട്ടുന്നത്? പോസിറ്റിവിറ്റി ആണോ നെഗറ്റിവിറ്റി ആണോ? നെഗറ്റിവിറ്റി. ആർക്കെങ്കിലും എന്തെങ്കിലും കുറവുണ്ടോ? അതുകൊണ്ട് ഇല്ല. അവിടെ നല്ല നിങ്ങൾ മറന്നിരുന്ന കാര്യമാണ്. നിങ്ങൾ ഭക്ഷണം കഴിച്ചു വളരെ ഹാപ്പി ആയിട്ട് നിങ്ങൾ തിരിച്ച് വീട്ടിൽ വരുന്നത്. രണ്ടാമതൊരു അമ്മയുടെ കാര്യം ആലോചിച്ച് നോക്കുക. എന്താണ്? മോളെ നിനക്ക് എന്തെങ്കിലും കഴിക്കാൻ പറ്റില്ല. അമ്മ സോറി മോളെ, അമ്മ മറന്നുപോയി ഭക്ഷണം തന്നില്ല, നിനക്ക് എല്ലാവരും കഴിച്ചോ, നിനക്ക് വിഷമമായോ? മോളെന്ന് പറഞ്ഞ മറുപടി പറയും, ഞാൻ എൻ്റെ കൂട്ടുകാരുടെ വാങ്ങിച്ച് കഴിച്ചു, ഒരു പ്രശ്നമില്ല. അപ്പൊ അമ്മ ഹാപ്പി ആയോ? ആ ദിവസം മൊത്തം എന്തായി? അവിടെ എന്തായി? എന്ത് ഇതാണ് വരുന്നത്? എന്ത് എനർജിയാണ് വരുന്നത്? പോസിറ്റീവ് എനർജി വന്നു കഴിഞ്ഞു. ഇല്ലേ? ഇത് വൈകുന്നേരത്തെ അമ്മ മോള് വീട്ടിൽ നിന്ന് വരുമ്പോൾ നെഗറ്റീവ് എനർജി ആണെന്നുണ്ടെങ്കിൽ അന്ന് വൈകുന്നേരത്ത് അച്ഛൻ വീട്ടിൽ വരുമ്പോൾ അമ്മ അച്ഛൻ്റെ അടുത്ത് ദേഷ്യപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. അച്ഛൻ മകളോട് ദേഷ്യപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. മകളാരോട് ദേഷ്യപ്പെടും? പട്ടിയോടും പൂച്ചയോടും ദേഷ്യപ്പെടും. അപ്പൊ എല്ലാവരോടും ദേഷ്യമാണ്. നെഗറ്റീവ് എനർജിയാണ്. അതേസമയം പോസിറ്റീവ് എനർജിയോട് കൂടി അമ്മ പ്രവർത്തിച്ചിരുന്നെങ്കിൽ ആ വീട് മൊത്തം പോസിറ്റീവ് എനർജി ഉണ്ടാവും. അപ്പൊ അച്ഛൻ വരുമ്പോൾ അച്ഛനെ പോസിറ്റീവ് എനർജിയോടുകൂടി അമ്മ സമീപിക്കും. അതുകൊണ്ട് എന്ത് കിട്ടും? ആ വീട് നിറച്ച് പോസിറ്റീവ്. ഒരു ചെറിയ കാര്യമായിരുന്നു, സ്മോൾ തിങ്. എന്താണ്? റീഷേപ്പ് ചെയ്യണം നമ്മുടെ ചിന്താഗതി. നമ്മൾക്ക് പെട്ടെന്ന് നിങ്ങളെ ഏറ്റവും അധികം കൺട്രോൾ ചെയ്യേണ്ട ഒരു ഇമോഷൻ എന്താണ്? ദേഷ്യം. ദേഷ്യം നമുക്ക് കൺട്രോൾ ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു. പെട്ടെന്ന് ദേഷ്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും, ഇല്ലേ?
കൂട്ടുകാരൻ പേരെടുത്ത് ദേഷ്യം എടുത്തില്ലേ? പക്ഷെ അത് പ്രകടിപ്പിക്കേണ്ട രീതി എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ്. പ്രകടിപ്പിക്കുന്നത് എങ്ങനെയായിരിക്കണം? ദേഷ്യം ഉള്ളിൽ ഒതുക്കി ആ പേര് ഇനി തിരിച്ചടാ, എനിക്ക് ഈ ഒരു പേരുണ്ട് എന്ന് പറഞ്ഞാൽ അവൻ ചിലപ്പോൾ തിരിച്ചു തരും. മര്യാദയ്ക്ക് എൻ്റെ പേരെ തിരിച്ചു തരാമെന്ന് പറഞ്ഞാൽ അവൻ തരുമോ? അവൻ തരുന്നില്ല. മറ്റൊരാൾ കാണാണോ പറഞ്ഞാൽ ആടിയോ. അപ്പം അതിനെക്കാട്ടി നമ്മൾ ചിന്തിക്കുന്ന രീതികളെ ഷേപ്പ് ചെയ്തെടുക്കുക. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മാത്രം. മനസ്സിലായല്ലോ? നിങ്ങൾ വിദ്യാർത്ഥികളാണ്. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ടാസ്ക്, നിങ്ങളുടെ ഗോൾ എന്ന് പറഞ്ഞാൽ അച്ചീവ് ചെയ്യേണ്ട ടാർഗറ്റ് ഉണ്ട്. ഗോൾ അതിനെന്താണ്? നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു സ്ഥലത്തേക്ക് പോയി ആ എത്തുന്ന സ്ഥലത്തിന് എന്താണ് പറയുന്നത്? എന്താണ്? ഡെസ്റ്റിനേഷൻ. ഡെസ്റ്റിനേഷൻ എന്തോ ആയിക്കോട്ടെ, അതിൽ ഏറ്റവും നമ്മൾ ഡെസ്റ്റിനേഷനിൽ നമുക്കെത്താൻ ഒരുപാട് മാർഗങ്ങൾ. ഈ മാർഗങ്ങൾ നമ്മൾ സന്തോഷപൂർവ്വം ഈ മാർഗത്തിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ മാർഗങ്ങളെല്ലാം നമ്മൾ എൻജോയ് ചെയ്യുകയാണെങ്കിൽ ഡെസ്റ്റിനേഷൻ എത്താൻ വളരെ എളുപ്പമായിരിക്കും. ശരിയാണോ? ആണോ? അതിനെന്താ പറയുന്ന പാത്ത്, ഡെസ്റ്റിനേഷനിലുള്ള പാത്ത് അല്ലേ? നമ്മൾ സ്വീകരിക്കുന്ന പാത്തിൽ നമ്മൾ എൻജോയ് ചെയ്യാൻ കഴിയുന്നു. നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ എന്താണ്? ഓരോ ഡെസ്റ്റിനേഷൻ നേരത്തെ പറഞ്ഞു പീഡിയാട്രീഷ്യൻ ആണോ അല്ലേ? അതിന്റെ പാത്ത് എന്താണ്? പാത്ത് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം നിങ്ങൾ ഈ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം കൂടെ കൂട്ടി 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 വന്ന റിപ്പിളിംഗ് എഫക്റ്റ് വരുമ്പോഴാണ് നിങ്ങൾ എവിടെ എത്തുന്നത്? നമ്മൾ വിചാരിച്ച ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം എത്തുന്നത്. നേച്ചറിനെ ആസ്വദിക്കാൻ നിങ്ങൾ പഠിക്കണം ഇല്ലേ? നല്ല പാട്ടുകൾ ആസ്വദിക്കാൻ നിങ്ങൾ പഠിക്കണം, നല്ല കവിതകൾ ആസ്വദിക്കാൻ പഠിക്കണം, നല്ല പുസ്തകങ്ങൾ വായിക്കാൻ നിങ്ങൾ പഠിക്കണം. ഇതെല്ലാം കൂടെ ചേരുമ്പോൾ പഠിക്കാൻ കുറച്ച് എളുപ്പമായിരിക്കും. എല്ലാം പോസിറ്റീവായിട്ട് കണ്ടാൽ പഠിക്കാൻ എളുപ്പമാണ്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ റിപ്പിളിംഗ് ഇഫക്റ്റ് ഉണ്ടായിട്ട് നിങ്ങൾക്ക് ലക്ഷ്യത്തിലെത്താൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ വേറൊരു കാര്യം, നിങ്ങൾ കുട്ടികളായിട്ട്, ഞാൻ പെട്ടെന്ന് നിർത്താം, നിങ്ങൾ കുട്ടികളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം, എപ്പോഴും നിങ്ങൾക്ക് ഒരുപാട് ഇമോഷൻസ് ഉണ്ട്, പ്രശ്നങ്ങളുണ്ട്. ഇത് ഏറ്റവും വലിയ നിങ്ങൾ പറയുന്ന ആരുടേതാണ്? ആരുടേതാണ്? ഓൾ അമ്മയെടുത്താണ് പറയുന്നത്. വേറെ ആർക്കെങ്കിലും വേറെ ആരെങ്കിലും പറയൂ. പെട്ടെന്ന് മനസ്സിൽ തോന്നുന്ന ആളുടെ പേര് വേണം പറയാം. ബെസ്റ്റ് ഫ്രണ്ടിന്റെ അല്ലേ? ആണോ? ഒരാളുടെ പറയും. അച്ഛൻ്റെ അടുത്താണോ അമ്മയുടെ അടുത്താണോ ടീച്ചറിൻ്റെ അടുത്താണോ ആദ്യം പറയുന്നത്? ഫ്രണ്ടിൻ്റെ അടുത്താണോ? ഫ്രണ്ടിൻ്റെ അടുത്താണ് കൂടുതൽ ആൾക്കാർ. ആണോ? ശരിയാണോ? ഓക്കെ. അപ്പൊ നല്ല ഫ്രണ്ട്ഷിപ്പ് കൾട്ടിവേറ്റ് ചെയ്യണം. കൾട്ടിവേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ എന്താണ്? ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഫ്രണ്ട്ഷിപ്പ്. അതിനെന്താണ് വേണ്ടത്? നല്ല കമ്മ്യൂണിക്കേഷൻ. എല്ലാവരുമായിട്ട് സംസാരിക്കണം, കമ്മ്യൂണിക്കേഷൻ. ചില ആൾക്കാർ ആരോട് മിണ്ടായിരിക്കണം ഇല്ലേ? അതെന്താണ് പ്രശ്നം? സ്വയം ഒരു കോൺഫിഡൻസില്ല. നമുക്ക് പ്രത്യേകിച്ച് പല ആൾക്കാർക്കും ഇതുണ്ട്. ഇപ്പൊ ഇവിടെ വന്ന് സംസാരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാരും പഠിക്കും. എത്ര പേര് കൈവക്കും? ഞാൻ ഇവിടെ 2 വാക്ക് സംസാരിക്കാൻ ഞാൻ ക്ഷണിച്ചാൽ എത്ര പേര് കൈവക്കും? 4 പേരേ ഉള്ളൂ. ബാക്കി ആരും കൈവക്കുന്നില്ല. എന്താണ് പ്രശ്നം? എന്താണ് പ്രശ്നം? ഞാനിവിടെ വന്ന് സംസാരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ഇല്ലേ? ഇല്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത്? പലപ്പോഴും ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ എന്നെ കുറിച്ച് എന്ത് ചിന്തിക്കും? ഞാൻ ഇറങ്ങുമ്പോൾ കളിയാക്കത്തില്ലേ? എനിക്കൊന്നും സംസാരിക്കാൻ പറ്റില്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർ എന്നെ കളിയാക്കത്തില്ലേ? മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു എന്ന് ചിന്തിച്ച് വരുമ്പോഴാണ് നമുക്ക് കോൺഫിഡൻസ് നഷ്ടപ്പെടുന്നത്. ചില ആൾക്കാർ, ചില കുട്ടികളെ കണ്ടിട്ടുണ്ട് സ്കൂളിലൊക്കെ എന്ത് വിട്ടുതരോ ക്ലാസ്സിൽ പോകും. ഇപ്പൊ നിങ്ങൾ എല്ലാവരും ചിരിക്കും ഇല്ലേ? നിങ്ങൾ 10th പാസ്സായി 12th പാസ്സായി പോയി ഒരു 10-20 വർഷം കഴിയുമ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ അവൻ ഏതെങ്കിലും വലിയ കമ്പനിയുടെ ടോപ്പ് ലെവലിൽ ഇരിക്കുന്നതാണ് കണ്ടത്. അങ്ങനെ ഇരിക്കുന്ന പല ആൾക്കാരുടെയും ചരിത്രം പിന്നിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ എല്ലാവരും പലപ്പോഴും ഇങ്ങനെ ഉള്ളത് ഇൻഹിബിഷൻസ് ഇല്ലാത്ത കുട്ടികൾ. ഇൻഹിബിഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെയുള്ള ജാള്യത, മടി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇല്ലാത്ത കുട്ടികളാണ് ടോപ്പ് ലെവലിൽ. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കണമെന്ന് എല്ലാ കുട്ടികളും ആഗ്രഹിക്കുന്നെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടുമ്പോൾ നിങ്ങൾ പരാതിക്കാൻ പറയും, എനിക്ക് ഇന്നത്തെ എക്സാമിനേഷന് 10 out of 10 കിട്ടി എന്ന് പറയും. ആർക്കായാലും സന്തോഷം കിട്ടുമെന്ന് പറയാൻ പറ്റും? നിങ്ങൾക്കാണ് സന്തോഷം. നിങ്ങളുടെ കൂട്ടുകാർക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്ക് സന്തോഷം കിട്ടും.
കിട്ടുമോ? കിട്ടുന്ന ആൾക്കാരുണ്ട്, എന്നാലും കൂടുതൽ ആൾക്കാർക്ക് കിട്ടുന്നില്ല. നമ്മൾക്ക് നമ്മളെ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മളുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരും. ഞാനതാ പറഞ്ഞത്, കുഞ്ഞു ഈ ഇൻഹിബിഷൻസ് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല, മറ്റുള്ളവർ എന്ത് കരുതുന്നൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞു വന്ന നല്ല ഫ്രണ്ട്ഷിപ്പിനെ കൾട്ടിവേറ്റ് ചെയ്യണം, കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യണം. ഞാനൊരു സിനിമയുടെ കാര്യം നിങ്ങൾക്ക് പറയാം. ഒരു 5 സുന്ദരികൾ എന്നുള്ള സിനിമ ഉണ്ട്, കടന്നുണ്ടായിരിക്കും. 5 സുന്ദരികൾ ഉണ്ടോ? ഏത് സിനിമ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞു ഏറ്റവും അവസരം കണ്ട സിനിമകൾ വരിക വാർത്ത എങ്ങനെയുണ്ടായിരുന്നു? 5 സുന്ദരികൾ എന്ന സിനിമ. ആ സിനിമ എന്ന് പറഞ്ഞാൽ 5 കഥകൾ ചേർന്ന ഒരു സിനിമ, അതായത് 5 കുഞ്ഞു സിനിമകൾ ചേർന്ന ഒരു സിനിമ. ആ സിനിമയുടെ ഒരു സിനിമയുടെ പേര് സേതുലക്ഷ്മി. എന്താണ് പേര്? സേതുലക്ഷ്മി എന്ന് പറഞ്ഞാൽ 6ാം ക്ലാസ്സിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. ഈ പെൺകുട്ടിക്ക് ഒരു സുഹൃത്തുണ്ട്, അതൊരു മെയിലും ബോയും. അവരൊരുമിച്ചാണ് വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് വരുന്നത്, സ്കൂൾ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരുന്നത്. ഞാൻ വളരെ പെട്ടെന്ന് പറയുകയാണ്, സേതുലക്ഷ്മിക്ക് ഒരു ഹോബിയുണ്ട്. എന്താണ്? നിങ്ങൾ പത്രം വായിക്കുന്ന ആൾക്കാരുണ്ടോ അവിടെ? പത്രത്തിൽ ഇവർ വിവാഹിതരാകുന്നു എന്നൊരു കോളം കണ്ടിട്ടുണ്ടോ? ഉണ്ട്. അത് വെട്ടിയെടുത്തിട്ട് പുസ്തകത്തിൽ ഒട്ടിക്കും, നോട്ട്ബുക്കിൽ ഒട്ടിക്കും. അതാണ് ആരുടെ ഹോബി? ആരുടെ ഹോബി? സേതുലക്ഷ്മിയുടെ ഹോബി അതാണ്. അപ്പൊ ഈ ആൺകുട്ടി ഇത് കണ്ടപ്പോൾ ആൺകുട്ടി പറഞ്ഞു, ഇത് കൊള്ളാമെന്ന നല്ല ഹോബിയാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മളുടെ പടവും കൂടി ഇതേപോലെ വെട്ടിയെടുത്ത് പുസ്തകത്തിൽ ഒട്ടിക്കാം, ഇവർ വിവാഹിതരാകുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അതിനെന്താ ചെയ്യേണ്ടത്? അതിനെന്ത് വേണം? നമുക്ക് ഫോട്ടോ എടുക്കണ്ടേ? എങ്ങനെ നമുക്ക് പോകാന്ന് പറഞ്ഞാൽ അവർ സ്റ്റുഡിയോയിൽ പോയി സ്റ്റുഡിയോയിലെ കഥ അറിയോ നോക്കും. സ്റ്റുഡിയോയിലെ ചേട്ടൻ, അവിടുത്തെ ചേട്ടൻ മഹാ പൂരനാണ്, ഒരു വൃത്തികെട്ടവനാണ്. അവൻ ഫോട്ടോ എടുത്ത് കൊടുത്തു. ഫോട്ടോ എടുത്ത് കൊടുത്തിട്ട് ഈ പെൺകുട്ടിയെ വിളിച്ചിട്ട് പറയും, ഇത് നീ കാണിച്ച ഒരു മോശം പ്രവൃത്തിയാണ്, നീ ഒരു ആൺകുട്ടിയുടെ കൂടെ നിന്ന് നീ ഫോട്ടോ എടുത്തത് മോശം പ്രവൃത്തിയാണ്, ഞാൻ നിന്റെ വീട്ടിൽ ഇത് അറിയിക്കും എന്ന് പറഞ്ഞു. കുട്ടിക്ക് ഭയമായി ഇല്ലേ? ഭയമാകത്തില്ലേ? നിങ്ങളുടെ അനിയത്തിയാണെന്ന് ആലോചിച്ച് നോക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ചേച്ചിയാണെന്ന് ആലോചിച്ച് നോക്കുക. ആ കുട്ടി എങ്ങനെയായിരിക്കും ചിന്തിക്കുന്നത് അതിനെക്കുറിച്ച്? ഭയമായി ഇല്ലേ? അപ്പൊ എന്നിട്ട് പറഞ്ഞു, നിനക്ക് ഞാൻ ഫോട്ടോ നാളെ ഞാൻ തരാം, ഫോട്ടോ തരാം, നാളെ നീ വന്ന് വാങ്ങിക്കണം, ആൺകുട്ടിയെ കൂട്ടാൻ പാടില്ല, നീ ഒറ്റയ്ക്ക് വന്ന് വാങ്ങിക്കണം, പെൺകുട്ടി ഒറ്റയ്ക്ക് വന്ന് ഈ ഫോട്ടോ വാങ്ങിക്കണം പറഞ്ഞു. അപ്പൊ അവള് പേടിച്ച് അടുത്ത ദിവസം അവിടെ ചെല്ലും, ഫോട്ടോ വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ പറയും, ഞാൻ നിനക്ക് ഫോട്ടോ തരാം, അതിന് മുമ്പ് നിന്റെ വീട്ടിൽ പറയണമെങ്കിൽ നീ നിന്റെ ബ്ലൗസ് ഒന്ന് അഴിച്ച് മാറ്റണം, എനിക്കൊരു ഫോട്ടോ എടുക്കണം. അവള് പേടിച്ച് അച്ഛനെ അമ്മയെ അറിയാതിരിക്കാൻ വേണ്ടി അവള് ബ്ലൗസ് ചെറുതായിട്ട് അഴിക്കും, അയാൾ അതിന്റെ ഫോട്ടോ എടുക്കും. എന്നിട്ട് അത് പറഞ്ഞ് ഈ കുട്ടിയെ ഭീഷണിപ്പെടുത്തും. എന്ത് പറയുന്നു? നീ നാളെ ഞാൻ വിളിക്കുന്നിടത്ത് വന്നില്ലെങ്കിൽ നിന്റെ ഈ ഫോട്ടോ നിന്റെ വീട്ടുകാരെയും നാട്ടുകാരെയും എല്ലാം കാണിക്കും. ആ കുട്ടിയുടെ മനസ്സിൽ കൂടി പോകുന്ന ഒരു കാര്യത്തെ കുറിച്ച് ചിന്തിക്കും, എത്രമാത്രം വിഷമിച്ച് തിരിച്ചു. എന്നിട്ട് ആ സിനിമയിൽ കാണിക്കുന്ന അന്ന് രാത്രി ഈ കുട്ടി ആ കുട്ടിയുടെ അച്ഛൻ്റെ കാൽ പിടിച്ച് കരയുന്ന ഒരു രംഗമാണ് കാണുന്നത്. കുഞ്ഞു സിനിമയാണ്. അടുത്ത ദിവസം നമ്മൾ കാണുന്നത് ഇയാൾ ബൈക്കിൽ വന്ന് നിൽക്കുന്നു, ഈ കുട്ടി ആ ബൈക്കിൻ്റെ പിന്നെ പുറകിൽ കയറി ഇരുന്ന് പോകുന്നു. അപ്പോൾ കൂട്ടുകാരൻ ഇങ്ങനെ നോക്കുന്നു, ആ കുട്ടി അതിന് തിരിഞ്ഞു നോക്കുമ്പോൾ കൂട്ടുകാരൻ്റെ മുഖം കാണുന്നു, അച്ഛൻ്റെ മുഖം കാണുന്നു, അവരെല്ലാം മുഖങ്ങളെല്ലാം കുട്ടിയുടെ കണ്ണിൽ നിന്ന് മാഞ്ഞു പോകുന്നതായിട്ട് കാണുന്നു. ഇവിടെ സിനിമ അവസാനിക്കുക. ഈ സിനിമയിൽ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലായത്? ആരെങ്കിലും ഒരാൾ ഇത് വളരെ ചെറുതായിട്ട് ഞാൻ പറഞ്ഞത്, വിശദീകരിച്ചിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്. എന്താണ് ഇതിലെല്ലാം നിങ്ങൾ മനസ്സിലാക്കിയത്? ഒരു കാര്യവും ആരോടും മറച്ചു വെക്കരുത്. ഒരു കാര്യവും ആരോടും മറച്ചു വെക്കരുത്. വെരി ഗുഡ്, എക്സലന്റ് ആൻസർ. വേറെ ആൻസർ ഉണ്ടോ? പറയാം, വേറെ ആർക്കെങ്കിലും പറയാം. മറ്റുള്ളവരുടെ വാക്കുകൾ സ്വയം ഡൗട്ട് ഉണ്ടാവും. അതെ ആ കുട്ടി അയാൾ പറഞ്ഞു, ആ കുട്ടിയെടുത്ത് പറഞ്ഞു നീ ചെയ്ത് തെറ്റാണെന്ന് പറഞ്ഞു. അപ്പൊ അത് വിശ്വസിച്ച്
അതിനനുസരിച്ച് പ്രവർത്തിക്കേണ്ട കാര്യമില്ലായിരുന്നു. സ്വയമേ തീരുമാനിക്കാമായിരുന്നു ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്നുള്ളത്. അങ്ങനെ ചിന്തിക്കാമായിരുന്നു അല്ലേ? ചെറിയ തെറ്റിന് ജീവിതം തന്നെയാണ് അല്ലേ? വില കൊടുക്കേണ്ടി വരും. ഓക്കെ, ചെറിയ തെറ്റോടെ ചെയ്തോ? ഓക്കെ, മോനിക്കില്ല. നിങ്ങൾ ആരും പറയുന്ന ആൻസേഴ്സ് തെറ്റല്ല. നമ്മളെല്ലാവരും ഓരോ രീതിയിൽ ചിന്തിക്കുന്നുണ്ട്. എന്നെ ഈ സിനിമയിൽ ഏറ്റവും അധികം എന്നെ ടച്ച് ചെയ്ത സീനെന്ന് പറഞ്ഞാൽ, തലേ ദിവസം രാത്രി കുട്ടി അയാളുടെ ബൈക്കിൽ കയറി പോകുന്നതിന് അന്ന് അതിന്റെ തലേന്ന് രാത്രി സ്വന്തം അച്ഛന്റെ കാൽക്കൈ കെട്ടിപ്പിടിച്ച് കുട്ടി കരയുകയും അച്ഛൻ കിടന്ന് ഉറങ്ങുന്ന രംഗമാണ് എന്നെ ഏറ്റവും കൂടുതൽ എന്നെ ടച്ച് ചെയ്ത സീൻ. എന്തുകൊണ്ടാണ്? ആൻസർ ശരിയാണ്. പേടിയാണ്, അച്ഛനോട് പറയാൻ പേടിയാണ്. അപ്പൊ ഞാൻ സിനിമ കണ്ട ശേഷം എന്റെ മനസ്സിൽ കൂടി ഒരു വികാരം പോയി. എന്താണ്? ആ കുട്ടി അച്ഛനോടൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ, ഇല്ലേ? കുട്ടി അച്ഛനോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നടക്കുമായിരുന്നോ? ഇല്ല, അച്ഛനോട് ഇടപെട്ടേനെ അല്ലേ? അപ്പൊ നമുക്ക് അങ്ങനെ ചിന്തിക്കാം. ഞാൻ ഒന്നുകൂടെ കടന്ന് ചിന്തിക്കുകയാണ്. എന്താണ്? എന്തുകൊണ്ട് കുട്ടി അച്ഛനോട് പറഞ്ഞില്ല? എന്താണ്? എന്തായിരിക്കാം? ആൻസർ അല്ല ശരി. ഏത് ആൻസർ പറയാൻ ശരിയാ? ഫോട്ടോ എടുത്ത് ഞാനൊരു തെറ്റ് ചെയ്താണ് കൊച്ചിന് തോന്നി. അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞാൽ അച്ഛൻ വഴക്ക് പറയും, ചിലപ്പോൾ തല്ലും, ഇല്ലേ? ശരിയാണോ? അത് പറയാതിരിക്കാനുള്ള കാരണം എന്താണ്? അച്ഛനോടുള്ള കോൺഫിഡൻസ് കുറവാണല്ലോ. കുട്ടി എന്തെങ്കിലും തെറ്റ് ചെയ്തോളാം നിങ്ങളുടെ അഭിപ്രായത്തിൽ? ഒരു തെറ്റും കുട്ടി ചെയ്തിട്ടില്ല എൻ്റെ അഭിപ്രായത്തിൽ. പക്ഷെ അച്ഛനോട്, സ്വന്തം അച്ഛനോട് ഈ കാര്യം പറയാൻ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പറയാൻ കുട്ടിക്കൊരു മടി. എന്താണ് അവിടെ പ്രശ്നം? കമ്മ്യൂണിക്കേഷൻ. ഞാൻ ആദ്യം പറഞ്ഞ കാര്യമാണ്, കമ്മ്യൂണിക്കേഷൻ ഇല്ല. നിങ്ങളുടെയൊക്കെ വീട്ടിൽ നിങ്ങൾ കൾട്ടിവേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം. നിങ്ങളെല്ലാവരും ഗ്രോൺ അപ്പ് ആയിട്ടുള്ള കുട്ടികളാണ്. എല്ലാം വലിയ SPC കാഡറ്റ്സ് ആണ്. മറ്റുള്ള കുട്ടികളെക്കാളും വ്യത്യസ്തമായി നിങ്ങളെല്ലാം SPC കാഡറ്റ്സ് ആണ്. നിങ്ങൾ കൾട്ടിവേറ്റ് ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ അച്ഛനോടും അമ്മയോടും ഓപ്പണായിട്ട് സംസാരിക്കാനുള്ള അറ്റ്മോസ്ഫിയർ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കും. സമ്മതിച്ചോ? സമ്മതിച്ചേ എല്ലാവരും നമ്മുടെ വീട്ടിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. നിങ്ങളുടെ സ്കൂളിൽ നടക്കുന്ന ഓരോ നിങ്ങളുടെ സ്കൂളിൽ, നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ വീട്ടിൽ തുറന്നു പറയുന്നത് തീരുമാനം ഈ ക്യാമ്പ് വിട്ടു പോകുമ്പോൾ നിങ്ങൾ എടുത്തിരിക്കണം. ഞാൻ പറഞ്ഞത് ഞാൻ വലിയ കാര്യങ്ങളൊന്നും പറയുന്നില്ല, ഞാൻ കുഞ്ഞു കാര്യങ്ങളാണ്. തീരുമാനങ്ങൾ എടുക്കണം. എടുത്തോ? ഇപ്പൊ തീരുമാനം എടുത്തോ? പോരാ? ഓക്കെ, വെരി ഗുഡ്. എല്ലാ കാര്യങ്ങളും തുറന്നു. ആദ്യം ചിലപ്പോൾ നിങ്ങളുടെ പേരൻസ് ചിലപ്പോൾ നിങ്ങളെ വിശ്വാസത്തിൽ എടുക്കത്തില്ലായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം ഉണ്ടാകത്തില്ല. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഈ കാര്യങ്ങൾ പറയണം. ഓപ്പണായിട്ട് നിങ്ങൾ എല്ലാ കാര്യങ്ങളും സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ട്രസ്റ്റ് എല്ലാവരെയും. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾക്ക് തുറന്നു പറയാൻ പറ്റുന്ന, വീട്ടിൽ പറയാൻ നിങ്ങൾക്ക് മടിയുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും തുറന്നു പറയാൻ പറ്റുന്ന സുഹൃത്ത് നിങ്ങൾക്കുണ്ടായിരിക്കും. അത് നിങ്ങൾ കൾട്ടിവേറ്റ് ചെയ്യണം. ക്ലിയർ ആയിട്ട് ഞാനൊരു പോലീസ് ഓഫീസറായിട്ട് പറയുകയാണ്, നമ്മളുടെ ഇടയിലുണ്ടാകുന്ന ഏറ്റവും വലിയ ഒരുപാട് ക്രൈംസ്, ഒരുപാട് ആത്മഹത്യകൾ, ഇതൊക്കെ ഉണ്ടാകുന്ന ഏറ്റവും വലിയ കാര്യം എന്താണ്? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആളില്ല എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാമോ, ഞങ്ങൾക്ക് പ്രശാന്തി എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് ഉണ്ട് പോലീസിൽ. കേട്ടിട്ടുണ്ടോ? ഇവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ പ്രശാന്തി? എന്താണ് പ്രോജക്റ്റ്? വൃദ്ധരായ ആൾക്കാർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർ പോലീസിനെ വിളിക്കും. ആ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്, ആ പോലീസിനെ വിളിക്കും. ഈ മോളെ എൻ്റെ വീട്ടിൽ ഇതിൻ്റെ പ്രശ്നങ്ങളുണ്ട്, അതിൻ്റെ നിലപെടണം, മറ്റേ കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, ഇതിൽ ഭൂരിഭാഗം കോൾസും വരുന്നതിന് വേണ്ടിയാണെന്നറിയാം. എന്താണ്? ഒരു പ്രശ്നങ്ങളും പറയാൻ വേണ്ടിയല്ല. എന്താണ്? സംസാരിക്കാൻ. ഞാൻ സംസാരിക്കുമ്പോൾ കേൾക്കാൻ ഒരാൾ വേണം എന്നുള്ള ചിന്ത. മനസ്സിലായോ? അവരെല്ലാവരും വീട്ടിലിരിക്കുകയാണ്. പ്രായം നിങ്ങളെയൊക്കെ വീട്ടിൽ അമ്മമാരും അപ്പന്മാരൊക്കെ ഉണ്ടോ? അവരോടൊക്കെ നിങ്ങൾ പോയി സംസാരിക്കണം. അവരുടെ മനസ്സെങ്ങനെയാണെന്നുള്ളത് മനസ്സൊക്കെ ആരും സംസാരിക്കാനില്ലാതെ വിഷമിച്ചിരിക്കുകയാണ് അവർ.
നിങ്ങളുടെ മക്കളെ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നോക്കുന്നതിന് മുമ്പേ അവരെ പോയി കണ്ടില്ല. ഗുഡ് മോർണിംഗ് അവരെ വിഷയം തീരുമാനമെടുത്തോ. പേരൻസിനെ വിഷയണം. നിങ്ങളുടെ ഗ്രാൻഡ് പേരൻസ് ഉണ്ടെങ്കിൽ അവരെ വിഷയണം. തീരുമാനമെടുത്തോ. ആദ്യം നോക്കേണ്ടത് എന്താണ്? മൊബൈൽ ഫോണാണോ? അല്ല. അത് മാറ്റി വെച്ചിട്ട് ഈ ഒരു കാര്യം എടുക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഈ പ്രശാന്തി പ്രോജക്റ്റിൽ ഏറ്റവും വലിയ കോൺസെപ്റ്റ് ആ അമ്മ പ്രായമുള്ള ആൾക്കാർ പോലീസ് ഓഫീസേഴ്സ് എന്ന് പറയുന്ന മോളെ അല്ലെങ്കിൽ മോനെ എനിക്ക് സംസാരിക്കാൻ വേറെ ആരുമില്ല, ഞാൻ പറയുന്നത് കേൾക്കണം. അരമണിക്കൂർ 3/4 മണിക്കൂർ അവർ വെറുതെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. ആ പറയുമ്പോൾ 10-15 മിനിറ്റ് സംസാരിക്കുമ്പോൾ അവർക്കൊരു സമാധാനവും സന്തോഷവും കിട്ടും. ആ സന്തോഷം കൊടുക്കാൻ SPC കാർഡ്സായി നിങ്ങൾക്ക് സാധ്യമാണ്. കേട്ടല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ പറഞ്ഞ കാര്യം ഒന്നുകൂടെ ഷോർട്ട് ആയിട്ട് ഞാൻ പറയാം. 1000 വൺസ് നമ്മൾ റൂളുണ്ട്. 1000 വൺസ്. ഒരുപാട് ക്ലാസ് എടുക്കാൻ സമയമില്ലാത്ത പെട്ടെന്ന് പറഞ്ഞത് 1000 വൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1000 ഒന്ന്. 1000 ഒന്നുകൾ. അതായത് നമ്മളൊരു കാര്യം ചെയ്യണമെന്ന് തീരുമാനിക്കണം. 1000 കാര്യങ്ങൾ. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. 50 കിലോമീറ്റർ ഓടണം. 50 കിലോമീറ്റർ ഓടിയിട്ട് നിങ്ങൾ ഓട്ടം തുടങ്ങുമ്പോൾ 5 കിലോമീറ്റർ കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? 5 മിനിറ്റ് 5 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞ് എന്ത് ചിന്തിക്കും? ഇനി 45 കിലോമീറ്റർ ഉണ്ടല്ലോ എന്ന് ചിന്തിക്കും ഇല്ലേ? അപ്പൊ എന്ത് തോന്നും? മടി തോന്നും, തളർച്ച തോന്നും. തിരിച്ച് ചിന്തിച്ചാലോ? ഞാൻ 5 കിലോമീറ്റർ ഓടി എന്ന് ചിന്തിച്ചാലോ? 6ാമത്തെ കിലോമീറ്റർ ഓടാൻ വേണ്ടി വെച്ചു ഇല്ലേ? അതാണ് പറയുന്നത്. എല്ലാ 1000-നും 1000 ഒന്നുകളുണ്ട്. ആ ഒന്നിന് പ്രാധാന്യം കൊടുക്കും. ആ ഒന്ന് നിങ്ങൾ ചെയ്താൽ 2ാമത്തെ ഒന്ന് ചെയ്യാൻ പറ്റും. അത് ചെയ്താൽ 3ാമത്തെ ഒന്ന് ചെയ്യാൻ പറ്റും. മനസ്സിലായി? വളരെ സിമ്പിളാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇന്ന് ഞാൻ പറയുന്നത് എന്തിനെ കുറിച്ചാണ്? സ്മോൾ തിങ്സിനെ കുറിച്ചാണ്. 1000-ത്തെ കുറിച്ച് സംസാരിക്കുന്നേ ഇല്ല. നിങ്ങൾ ആ 1000-ൽ എത്തണമെന്നുണ്ടെങ്കിൽ ഈ 1000 ഒന്നുകളും നിങ്ങൾ ഒരേപോലെ കണ്ട് അതിനെ തരണം ചെയ്തു പോകണം. മനസ്സിലായല്ലോ? അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയും. നിങ്ങൾക്ക് എല്ലാവർക്കും അതിന് കഴിയും. അങ്ങനെ ഡിവൈഡ് ചെയ്ത് ചിന്തിക്കാൻ നിങ്ങൾ ചെയ്യില്ല. എല്ലാ കാര്യങ്ങളും പഠിക്കുന്ന കാര്യങ്ങൾ പോലും ചെറുതായിട്ട് ഡിവൈഡ് ചെയ്ത് വേണം പഠിക്കും. കേട്ടോ? ഒരു 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 കുട്ടിക്ക് എത്ര മിനിറ്റ് നല്ല കോൺസെൻട്രേഷനോടെ പഠിക്കാൻ പറ്റും? പല സ്റ്റഡീസും പറഞ്ഞേക്കുന്നത് 20 മിനിറ്റ് എന്നാണ്. 20 മിനിറ്റാണ് ഫുൾ കോൺസെൻട്രേഷനോടെ പഠിക്കുക. അത് കഴിഞ്ഞ് ചെറിയ ഗ്യാപ്പ്, അത് കഴിഞ്ഞ് 20 മിനിറ്റ്, അങ്ങനെ ഗ്യാപ്സ് മാറുന്നത്. അപ്പൊ അതുകൊണ്ടാണ് എല്ലാത്തിനും സ്മോളായിട്ട് നിങ്ങൾ ഡിവൈഡ് ചെയ്യുക. മനസ്സിലായല്ലോ? പിന്നെ ഇത് റെഗുലറായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യും. ജിമ്മിൽ പോകുന്ന ആൾക്കാരുണ്ടോ? ആണെങ്കിൽ ജിമ്മിൽ പോകുന്ന ആൾക്കാർ ഒരു ദിവസം ജിമ്മിൽ പോയിട്ട് വന്നിട്ട് മസിൽ പിടിച്ചിട്ട് കണ്ണാടിയുടെ മുമ്പിൽ നോക്കും. എന്ത് കാണുന്നു? എന്താ കാണുന്നത്? ഒന്നും കാണുന്നു. ഒരു മാറ്റം ഉണ്ടാവും. അടുത്ത ദിവസം വീണ്ടും പോയി നോക്കും കണ്ണാടിയുടെ മുമ്പിൽ. ഒരു മാറ്റം. പക്ഷെ അവരറിയാതെ ദിവസങ്ങളോളം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ഓരോ ദിവസം ശരീരത്തിൽ മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിനാണ് ജിമ്മിൽ പോകുന്ന ആൾക്കാർ ഫോട്ടോ എടുത്തേക്കും ആദ്യത്തെ ദിവസം. എന്നിട്ട് ഒരു 6 മാസം കഴിയുമ്പോഴുള്ള ഫോട്ടോകൾ നോക്കും. അതിന് വ്യത്യാസങ്ങൾ. പക്ഷെ ഓരോ ദിവസവും നമ്മൾ പോയി കണ്ണാടിയിൽ നോക്കിക്കഴിഞ്ഞാൽ മാറ്റങ്ങൾ ഉണ്ടാകത്തില്ല. അതുപോലെയാണ് ഈ ചെറിയ ഒന്നുകൾ നമുക്ക് പെട്ടെന്ന് തിങ്ക് ചെയ്യത്തില്ല. അതിന് വലിയ പ്രാധാന്യമില്ല നമുക്ക് തോന്നും. പക്ഷേ ആ ഒന്നിനെല്ലാം പ്രാധാന്യമുണ്ട്. അതിനെ കൂട്ടിച്ചേർത്ത് വെച്ച് 1000 ഒന്നുകളാക്കി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. മനസ്സിലായല്ലോ? ഉസ്താദ് ഹോട്ടൽ എന്നുള്ള സിനിമ കണ്ട ഒരു കഥ മാത്രം പറഞ്ഞിട്ട് തന്നിട്ട് ആ സിനിമ കണ്ടായിരുന്നു. അതിൻ്റെ സിനിമ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ചാടി. ആ സിനിമയിൽ കഥാപാത്രമായ മെയിൻ ഹീറോ ആരാണ്? ദുൽഖർ സൽമാൻ അവസരം പൊറോട്ട അടിക്കാൻ പഠിക്കുന്ന കണ്ടിട്ടുണ്ട്. എന്താ സംഭവിക്കുന്നത്? പൊറോട്ട അടിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടാവില്ല. ഇല്ല. പൊറോട്ട അടിക്കാൻ നോക്കി ആ പൊറോട്ട ശരിയാകുന്നതിന് അവസരം ദേഷ്യപ്പെട്ടു പോകുന്നതാണ് കാണിക്കുന്നത് അല്ലേ? പിന്നെന്താ കാണിക്കുന്നത്? അടുത്ത ദിവസം രാവിലെ ആകുമ്പോൾ പൊറോട്ട നന്നായിട്ട് അടിച്ചു വെച്ചേക്കുന്ന കാണും. ഈ പൊറോട്ട അടിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ അയാൾ നിരാശനായി. ആദ്യമായിട്ട് ചെയ്യാൻ പറ്റാതെ ചെയ്യാൻ പറ്റിയിരുന്ന പ്രശ്നം. ഇയാൾക്ക് കൂട്ടിരുന്ന ആൾക്കാർ വരെ പോയി. അത്ര കൂട്ടുകാരുണ്ടായിരുന്നു. സിനിമയുടെ കഥ ഓർമ്മയുണ്ടോ? സിനിമ സീൻസ് ഓർമ്മയുണ്ടോ? കൂട്ടുകാരുണ്ടായിരുന്നു. ഒരു പൂച്ച ഉണ്ടായിരുന്നു. പൂച്ച മാത്രമേ കൂട്ടുന്നുള്ളൂ.
പക്ഷേ വീണ്ടും വീണ്ടും ട്രൈ ചെയ്തത് കൊണ്ട് ആ ഒന്നെന്നുള്ളത് പ്രാധാന്യം കൊടുക്കും. ആ ഒന്ന് വീണ്ടും 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 റിപ്പീറ്റ് ചെയ്ത് അയാളുടെ ഡെസ്റ്റിനേഷൻ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഡെസ്റ്റിനേഷന് മുന്നിൽ കാണുക. ഡെസ്റ്റിനേഷനെ കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം ഡെസ്റ്റിനേഷനിൽ പോകേണ്ട പാതയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ ലക്ഷ്യത്തിലെത്തും. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ, നല്ല ചിന്തകൾ ഉണ്ടാകട്ടെ, നല്ല സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കട്ടെ, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ടാകട്ടെ, നല്ല പുസ്തകം വായിക്കണം, നല്ല കൂട്ടുകാരെ വേണം, നല്ല സിനിമകൾ കാണണം. എല്ലാവരും നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ജയ് ഹിന്ദ്. ശുഭപരിചിതമായ സംരംഭങ്ങളിലൂടെ അത്തരം സാഹചര്യങ്ങളെ കോർത്തിണക്കി ഈ കുട്ടികൾക്ക് ഏറ്റവും മനോഹരമായ ഒരു മധ്യാഹ്ന വേദി ഒരുക്കി തന്ന ബഹുമാനപ്പെട്ട PTC പ്രിൻസിപ്പൽ ശ്രീ വിജയ് പി ഇന്ത്യൻ പോലീസ് സർവീസ് അവർക്ക് സ്നേഹം അറിയിക്കുന്നു. ഒപ്പം അദ്ദേഹത്തിന് ഔപചാരികമായ നന്ദി അറിയിക്കുന്നതിനും ഉപഹാര സമർപ്പണത്തിനുമായി ഷൈ സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്രയോ വലിയ നിരക്കുകൾക്കിടയിൽ നിന്നും നമ്മുടെ ഇടുക്കിയുടെ നിലമടക്കുകളിലേക്ക് എത്തിച്ചേർന്ന് നമുക്ക് കുറച്ച് സമയം നമ്മുടെ കേഡറ്റുകളെ ഇൻസ്പയർ ചെയ്ത ബഹുമാനപ്പെട്ട പോലീസ് ട്രെയിനിങ് കോളേജിൻ്റെ ആദരണീയനായ പ്രിൻസിപ്പൽ ശ്രീ P. ബിജോയ് IPS അവർക്ക് ഈ ക്യാമ്പിൻ്റെ പേരിലും അതോടൊപ്പം ഈ ഇടുക്കി ജില്ലയുടെ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് പ്രോജക്റ്റിൻ്റെ പേരിലുമുള്ള അഗൈതവമായ നന്ദി രേഖപ്പെടുത്തുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കടമെടുത്ത ഈ ക്യാമ്പിലേക്ക് കടന്നു വരുമ്പോൾ ആദ്യം അദ്ദേഹം സംസാരിച്ചത് എൻ്റെ പ്രിയപ്പെട്ട കേഡറ്റുകൾക്ക് എന്തെങ്കിലും കുറവുകളുണ്ടോ എന്ന് അറിയാനാണ് ഞാനിവിടെ വന്നത് എന്നുള്ളതാണ്. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തട്ടിയ വാക്കുകൾ നമ്മളെ വല്ലാതെ അത് ഫീൽ ചെയ്യിച്ചു. അദ്ദേഹത്തിൻ്റെ ഇൻസ്പയറിംഗ് വേർഡ്സിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഒപ്പം ഞങ്ങളുടെ ഒരു സ്നേഹോപഹാരം ഏറ്റുവാങ്ങുന്നതിനായി ആദരപൂർവ്വം ശ്രീ P. ബിജോയ് IPS അവരെ ക്ഷണിക്കുന്നു. ഈ ഉപഹാരം സമ്മാനിക്കുന്നതിനായി പ്രിയപ്പെട്ട കേഡറ്റിനെ കൂടി ക്ഷണിക്കുന്നു. All of you please stand up. ഒരു കേഡറ്റ് മുന്നോട്ട് വന്ന് ഇന്ന് ഈ ക്ലാസ്സിനോടൊപ്പം തന്നെ നമ്മൾ വേറൊരു ഹാളിൽ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് പദ്ധതിയുടെ നേതൃത്വത്തിലുള്ള ടാലൻറ്റ് ഹണ്ട് ക്വിസ് പ്രോഗ്രാമിൻ്റെ പ്രാഥമിക റൗണ്ട് മത്സരം കഴിഞ്ഞിരുന്നു. അതിൽ 5-6 സ്കൂളുകളെ ഫൈനലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഈ 6 വിജയികളായുള്ള 6 സ്കൂളുകളുടെ പേര് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി ആരാധ്യനായിട്ടുള്ള നമ്മുടെ സ്റ്റേറ്റ് അഡീഷണൽ ഓഫീസറും അതുപോലെ തന്നെ PTC പ്രിൻസിപ്പൽ ആയിട്ടുള്ള സാറിനെ വളരെ ബഹുമാനപൂർവ്വം